എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 2026 ജൂൺ 2-നുള്ള വ്യാഴമാറ്റമാണ്. ആ വ്യാഴമാറ്റത്തിൽ മേടൻ രാശിക്കാരുടെ ശുഭഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏഴരാണ്ട് ശനിയും ഒപ്പം വ്യാഴം 3-ലുമൊക്കെ സഞ്ചരിക്കുന്നതിൻ്റെ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കേസ് വഴക്ക് തുടങ്ങിയ പലവിധ പ്രയാസങ്ങളിലൂടെയും കടന്നു പോവുകയായിരുന്നു. അങ്ങനെയുള്ള മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4-ൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ എത്തിച്ചേരുകയാണ്. 4 എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സുഖമാതൃഭാവമാണ് എന്ന് മാത്രമല്ല, ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ പതിയുക കൂടി ചെയ്യുന്നത് കൊണ്ട് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവരേതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മാറി സമാധാനവും സന്തോഷവും സമ്പത്തും കീർത്തിയുമെല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. കുറേ കാലമായിട്ട് ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടന്നവരുണ്ട്. അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു ഗൃഹം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർ നേരിട്ടുകൊണ്ടിരുന്നു അതിൽ നിന്നെല്ലാം മോചനം കിട്ടും. വാഹന ഭാഗ്യം അഥവാ വാഹന ലാഭമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എന്ന് പറയുന്നത് 9ഉം 12ഉം ഭാവത്തിൻ്റെ അധിപനാണ്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യയസ്ഥാനം അഥവാ ചെലവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 9ആം ഭാവാധിപനായിട്ടുള്ള വ്യാഴം 4-ൽ വരുമ്പോൾ ഈശ്വരാധീനവും ഭാഗ്യവും നല്ല രീതിയിൽ വന്നു ചേരുന്നതാണ്. 12ആം ഭാവാധിപനായ വ്യാഴം 4-ൽ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചെലവുകളെല്ലാം മാറി പൈസ കൈവശം നിൽക്കുന്ന ഒരു കാലയളവുമായിരിക്കും. ഈ രാശിയിൽപ്പെട്ട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ബിസിനസ് രംഗങ്ങളെല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥ ആയിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി ഏതെങ്കിലും തരത്തിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ പുനരാവിഷ്കരിക്കാൻ കഴിയുന്നൊരു സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ്. ഈ വ്യാഴമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.